നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടല്ലാതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് പറയുന്ന ഭാര്യയാണ് യഥാർത്ഥത്തിലുള്ള ഭാര്യയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പിന്നെയോ സ്ത്രീകൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഹഫദത് ഫർജഹാ, ഒരു സ്ത്രീ അവളുടെ മേൽ നിർബന്ധമായ 5 വക്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുകയും അതുപോലെ അവളുടെ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുകയും അവളുടെ ഗുഹ്യാവയവം അവൾ സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വതഅത് സൗജഹാ ഖീല ലഹാ ഇദ്ഖുലിൽ ജന്ന മിൻ അയ്യി ഷൈഇൻ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅത്, അവളോട് പറയപ്പെടും നിനക്ക് ഇഷ്ടപ്പെട്ട കവാടമേതോ അതിലൂടെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക. എന്തു വേണം? ഭർത്താവിനനുസരിക്കുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്ത് നമസ്കാരം നിർവഹിക്കണം, നോമ്പ് നിർവഹിക്കണം, അതുപോലെ തന്നെ അവളുടെ ഗുഹ്യാവയവത്തിൽ സൂക്ഷിക്കുകയും പിന്നെയോ വതഅത് സൗജഹാ, ഭർത്താവിനനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവളോട് പറയും എന്ത്? ഇദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅത്, നിനക്ക് ഇഷ്ടമുള്ള കവാടം ഏതോ അതിലൂടെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പഠിപ്പിക്കാൻ സ്ത്രീകളോടായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല ഹുസൈൻ ഇബ്നു മുഹസ്സിൻ റഹിമഹുല്ലാ നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, അന്ന അമ്മതൻ ലഹു അതതിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാജ, അദ്ദേഹത്തിന്റെ ഈ വ്യക്തിയുടെ അമ്മായി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഒരാവശ്യത്തിന് വേണ്ടി വരികയും ആ ആവശ്യം നിർവഹിക്കുകയും ചെയ്തു. ഫഖാല ലഹ, അവർ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അദാതു സൗജി അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു നാം, എനിക്ക് ഭർത്താവുണ്ട്. ഫൈന അൻതി മിൻഹു, എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള പെരുമാറ്റം? എങ്ങനെയുണ്ട് അയാളോടുള്ള നിന്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്? അപ്പൊ അവർ പറയാ മാ ആലുഹു ഇല്ലാ മാ അജദത അൻഹു, അദ്ദേഹം എന്നോട് എന്ത് ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിലൂടെ മുഴുവനും ഞാൻ അദ്ദേഹത്തിന് സേവനം ചെയ്യും. എന്തൊക്കെ എനിക്ക് ഏതൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ അയാൾക്കും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. പിന്നെയോ എന്നെക്കൂടെ കഴിയുന്ന എന്ത് കാര്യം ഞാൻ എൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കുമെന്ന് ആ സ്ത്രീ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വചനം, അത് സഹോദരിമാർ ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എന്തേ? ഇൻദുരി ഐന അൻതി മിൻ ഫഇന്നഹു ജന്നതുകി വനാറുക്, നീ അയാളോട് എങ്ങനെയാണ് നിന്റെ ജീവിതം എന്ന് നീ നോക്കുക, പരിശോധിക്കുക. കാരണം ഫഇന്നഹു ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗ്ഗം അവിടെയാണ്, നിന്റെ നരകവും അവിടെയാണ്. നിന്റെ സ്വർഗ്ഗം അവിടെയാണ്, നിന്റെ നരകവും അവിടെയാണ്. എവിടെ? ഭർത്താവിൻ്റെ അരികിൽ. ആ ഭർത്താവിനോടുള്ള നിന്റെ പെരുമാറ്റം എങ്ങനെയാ എന്ന് നീ പരിശോധിക്കുക. കാരണം ഫഇന്നഹു ജന്നതുകി വനാറുക്, നിന്റെ നരകവും സ്വർഗ്ഗവും അവിടെയാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസിനികളായ സഹോദരിമാർക്ക് ഭർത്താക്കന്മാരോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ, എല്ലാ നന്മകളും ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ മാത്രം ഒരു തരത്തിലും താഴാനോ അല്ലെങ്കിൽ അതിൽ മാത്രം കുറവ് വരുത്താനോ പാടില്ല. നന്മയുടേതായ വശങ്ങൾ ഒരുപാട് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് പാലിക്കാനും അതൊക്കെ അനുസരിച്ച് ജീവിക്കാനും, അതുപോലെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതോ ആ നന്മകളൊക്കെ അന്വേഷിക്കാനും പഠിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമായ എല്ലാ വിഷയങ്ങളിലും വിശ്വാസികളായ ആളുകൾക്ക് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് അന്വേഷിക്കാനും പഠിക്കാനും, നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ, ചില നന്മകൾ ചെയ്യും, മറ്റേ നന്മകൾ ചെയ്യുന്നുണ്ടാവില്ല. ചില കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കും, പക്ഷേ മറ്റൊരു ചില കാര്യങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കും. അങ്ങനെ ഒരു ഭാഗം പൊങ്ങിയിട്ടും ഒരു ഭാഗം താഴ്ന്നുകൊണ്ടുമല്ല, എല്ലാറ്റിനും മിതത്വം പാലിച്ചുകൊണ്ട് എല്ലാറ്റിനും കൃത്യമായ ഇസ്ലാമികമായ സമീപനം സ്വീകരിക്കാനും ആ നന്മയുടെ വശങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ട് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അള്ളാഹു റസൂല് പഠിപ്പിച്ച സംഗതികൾ ഏതോ അത് അന്വേഷിക്കുക, പഠിക്കുക, അത് കുടുംബജീവിതത്തിൽ കൊണ്ടുവരിക, സമൂഹ ജീവിതത്തിൽ കൊണ്ടുവരിക, വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരിക, പരസ്പരം പറഞ്ഞു കൊടുക്കുക. തെറ്റിയും പിണങ്ങിയും ഒക്കെ നിൽക്കുന്നവർക്കിടയിൽ സ്നേഹവും ഐക്യവും പൊരുത്തവും ഉണ്ടാക്കി തീർക്കാനും അള്ളാഹുവോട് നിരന്തരമായി കൊണ്ട് പാപമോചനം നിർവഹിക്കാനും ആ രീതിയിൽ നന്മകളിൽ, സുഹൃതങ്ങളിൽ, പുണ്യങ്ങളിൽ മുന്നേറാനും കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ ഇന്നൽ ഹംദലില്ലാഹ്
نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുക, പിൻപറ്റുക, നമ്മെ അള്ളാഹു ആ നന്മയിൽ ജീവിച്ച് മരിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിനെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരവേൽക്കുമ്പോൾ കഴിഞ്ഞ റമദാനിൽ നമുക്കല്ലാഹു ജീവിക്കാൻ ഭാഗ്യം നൽകി. പല പുണ്യങ്ങളും സുഹൃതങ്ങളുമൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കാനുമൊക്കെ ഭാഗ്യം ലഭിച്ചു. എന്നാൽ ആ റമദാനിലും നന്മയും സുഹൃതങ്ങളുമൊക്കെ ചെയ്യാൻ താല്പര്യം കാണിക്കാത്തവരായി നമ്മിൽ നാം അടക്കം പലരുമുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം. ഈ റമദാനിൽ അള്ളാഹു നമുക്ക് ജീവിക്കാൻ ഭാഗ്യം നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം താല്പര്യപൂർവം കൂടുതൽ സുഹൃതങ്ങളും പുണ്യങ്ങളും നന്മകളുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പേ മരണമടഞ്ഞു പോയ അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ജീവിച്ച പല ആളുകൾ, അവർക്ക് കിട്ടാത്ത അപൂർവമായ സൗഭാഗ്യം ഈ റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. കാരണം മനുഷ്യരുടെ ജീവിതം എന്നത് പല വിധത്തിൽ തിന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമൊക്കെ നമുക്ക് ചുറ്റും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണുള്ളത്. അതുകൊണ്ട് പരലോകത്ത് അള്ളാഹു നമ്മെ കൃത്യമായി ചോദ്യം ചെയ്യും. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നന്മകളും പുണ്യങ്ങളുമൊക്കെ ചെയ്യാനുള്ള അവസരവും നമുക്ക് അള്ളാഹു നൽകി. പക്ഷേ അതിനനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാതെ നരകാഗ്നിയിലേക്ക് പോകുന്നൊരവസ്ഥ ഞാനും നിങ്ങളും പുനഃപരിശോധിക്കേണ്ട സംഗതിയാണ്. മഹാനായ ഉബൈദുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉമരി ഫീമാ അഫ്നാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ ഒരടിമയുടെ കാൽപാദങ്ങളും മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുകയില്ല. ഒന്നാമതായിക്കൊണ്ട് തൻ്റെ ആയുസ് അൻ ഉമരിഹി ഫിമാ അഫ്നാഹു, ആയുസ് എന്തിലാണ് താൻ ചെലവഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി,
നിഅമതാനി മഅബൂനും ഫീഹിമാ കസീർ മിന്നാസ് അസ്സിഹ്ഹതു വൽ ഫറ. രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അധിക ആളുകളും നിരാശരാണ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവു സമയമാണ്. നല്ല ആരോഗ്യവും നല്ല സാഹചര്യങ്ങളും ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ പുണ്യം ചെയ്യാതെ മരണവെപ്രാളത്തിൽ മാത്രം അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്ന് മാറി നമ്മെക്കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ചുരുക്കമാണെങ്കിലും അത് അധികരിപ്പിക്കുക, അത് പരിപോഷിപ്പിക്കുക, അത് എന്നും സ്ഥിരമായി കൊണ്ടുപോവുക. ഒരുപാട് നമസ്കരിച്ചു പിന്നീട് അത് ഉപേക്ഷിക്കുന്നു, ആ അവസ്ഥയല്ല. അല്ലെങ്കിൽ ഖുർആൻ എപ്പോഴെങ്കിലും കൂടുതലായി പാരായണം ചെയ്തു പിന്നെ തീരെ പാരായണം ചെയ്യാത്ത അവസ്ഥയുമല്ല. എന്നെങ്കിലും നോമ്പ് തുടർച്ചയായി കുറേ നോറ്റു പിന്നീട് ആ നോമ്പേ വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥയല്ല. മറിച്ച് ചെയ്യുന്ന പുണ്യം വളരെ കുറവാണെങ്കിലും അത് എന്നും കൊണ്ടുപോകുന്നൊരവസ്ഥയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരടിമയുടെയും അയാളുടെ കാൽപാദങ്ങൾ മുന്നോട്ട് പോവില്ല. ഒന്നാമതായി അയാളുടെ ആയുസ് എന്തിനാണ്, അല്ലെങ്കിൽ അയാളുടെ ആയുസ് എവിടെയാണ് അയാൾ നശിപ്പിച്ചത് എന്ന് അയാളോട് ചോദ്യം ചെയ്യാതെ. രണ്ടാമതായി വഅൻ ഇൽമിഹി ഫീമ ഫഅല ഫീ, അയാൾക്ക് അല്ലാഹു നൽകിയ അറിവ്, ആ അറിവ് കൊണ്ട് എന്താണ് അയാൾ പ്രവർത്തിച്ചത്, അതുകൊണ്ട് പുണ്യങ്ങളും ചെയ്തുവോ എന്ന് അയാളോട് ചോദ്യം ചെയ്യുമെന്നത്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു, അയാൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് എവിടെ നിന്നാണ് അയാൾ സമ്പാദിച്ചത്, എന്തിലൊക്കെയാണ് അയാൾ അത് വിനിയോഗിച്ചത്. നൽകിയ സമ്പത്ത് എങ്ങനെയാണ് അയാളതിൽ ഹലാലും ഹറാമും പാടെ കൂട്ടി കുഴച്ചുകൊണ്ടാണോ അയാൾ സമ്പാദിച്ചെടുത്തത്, അതുപോലെ അത് എവിടെയാണ് അയാൾ ചെലവഴിച്ചത് എന്നും അയാളോട് ചോദ്യം ചെയ്യുമെന്ന്. മറ്റൊന്ന് വൻ ജിസ്മിഹി ഫീമ അബിലാ, തൻ്റെ ശരീരം എന്തിനാണ് അയാൾ വിനിയോഗിച്ചത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയത്. അള്ളാഹു നൽകിയ നല്ല ആരോഗ്യമുള്ള ശരീരം എവിടെയാണ്, എന്തിലാണ് അയാൾ നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെ അയാളോട് ചോദിക്കുമെന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ റമദാനിൽ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പിൻപറ്റേണ്ടതുമായ ഒരുപാട് സംഗതികളുണ്ട്. നമ്മെക്കൊണ്ട് കഴിയുന്നത് അതിൽ നമ്മൾ എടുക്കുക, സ്വീകരിക്കുക. നമ്മുടെ മുമ്പേ കഴിഞ്ഞുപോയ പല ആളുകളും റമദാനിൻ്റെ അവസാന ദിനങ്ങളിൽ പെരുന്നാളോടടുത്ത സന്ദർഭങ്ങളിലെല്ലാം പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങൾ നമുക്കറിയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പെരുന്നാളിൻ്റെതായ തലേ ദിവസത്തിൽ എല്ലാവരും പുത്തൻ ഉടുപ്പുകളെക്കുറിച്ച്, വസ്ത്രങ്ങളെക്കുറിച്ച്, അതുപോലെ പെരുന്നാളിൻ്റെതായ വിഭവങ്ങളെക്കുറിച്ച്, ആഹാരങ്ങളെക്കുറിച്ച്, അതുപോലെ എന്തൊക്കെയാണ് നാളത്തെ പെരുന്നാളിനെ സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ന ചർച്ചയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ മഴ ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മസ്ജിദിൻ്റെ മൂലയിലിരുന്നു കൊണ്ടൊരു സഹാബി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. ആളുകൾ അയാളുടെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാ, അല്ലയോ അബൂബക്കർ, നിങ്ങളെന്തിനാ കരയുന്നത്? ഈ റമദാൻ ഇവിടെ അവസാനിക്കുകയാണ്, നാളെ പെരുന്നാളിനെ നമ്മൾ സ്വീകരിക്കുകയാണ്, സന്തോഷിക്കേണ്ട ഒരു സന്ദർഭം, നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇത്രയും നാൾ നമസ്കരിച്ച എൻ്റെ നമസ്കാരവും എൻ്റെ നോമ്പും ഖുർആൻ പാരായണവും കൊടുത്ത ദാനങ്ങളും സദക്കയുമെല്ലാം അള്ളാഹു പരിപൂർണമായ അടിസ്ഥാനത്തിൽ എന്നെ സ്വീകരിക്കുമോ എന്ന് ഭയപ്പെടുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെയുള്ള ഒരുപാട് സഹാബിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ്. മഹാനായ അതാ ഉസ്സൽമി റളിയല്ലാഹു തആല അൻഹു മദീനയിലെ വലിയ വസ്ത്രവ്യാപാരിയായിരുന്നു. നമ്മൾ കേട്ട സംഭവമാണ്. ആ വസ്ത്രവ്യാപാരിയായ വ്യക്തിയുടെ അരികിലേക്ക് വസ്ത്രങ്ങൾ തുന്നാനും അതുപോലെ തന്നെ അതൊന്നുകൂടി അല്ലെങ്കിൽ പുതുതായ വസ്ത്രങ്ങളെല്ലാം തുന്നിച്ചു കിട്ടാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. ഒരിക്കലൊരു ധനാഢ്യനായ മനുഷ്യൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വസ്ത്രത്തിൻ്റെ രൂപകൽപ്പന ആവശ്യപ്പെടുമ്പോൾ, ഇന്ന ദിവസത്തിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം. ആ ദിവസം അയാൾ വരുമ്പോൾ ആ വസ്ത്രം എടുത്തു നോക്കും, വളരെ മനോഹരമായൊരു വസ്ത്രം അതാ ഉസ്സൽമി തുന്നി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ന്യൂനത മാത്രം അതിൽ കണ്ടപ്പോൾ അതിലേക്ക് ചൂണ്ടിയിട്ട്, അല്ലയോ അത്ത, ഒന്നുകൂടി മനോഹരമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്വഹാബി കരയുകയാ. അപ്പോൾ ധനാഢ്യനായ മനുഷ്യൻ ചോദിക്കുന്നത്, എന്തിനാ അത്ത നിങ്ങൾ കരയുന്നത്? ഞാൻ നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരു ചെറിയൊരു പോരായ്മ കാണിച്ചപ്പോഴേക്ക് നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതല്ല, നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണക്കായി എന്നെ വെക്കുമ്പോൾ എൻ്റെ റബ്ബിനോട് ചോദിക്കയാ, നിനക്ക് ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി,
നിനക്ക് നൽകിയ ആരോഗ്യം കൊണ്ട് ഒന്നുകൂടി ഒന്ന് സുദീർഘമായി നല്ല രീതിയിൽ നമസ്കരിച്ചുകൂടെ? അല്ലെങ്കിൽ ഖുർആൻ ഒന്ന് ഓതിക്കൂടെ? നിന്റെ സമ്പത്ത് കൊണ്ട് ഒന്നുകൂടി നല്ല രീതിയിൽ സ്വതക്ക ചെയ്തുകൂടെ എന്ന് എൻ്റെതായ നന്മകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് എൻ്റെ നാഥൻ എന്നെ ഒന്നുകൂടി തിരുത്തുന്നൊരവസ്ഥ അത് ഓർക്കുമ്പോൾ ഞാൻ കരയുകയാ എന്ന് പറയുന്ന നമ്മുടെ മുൻഗാമികളായ വ്യക്തികൾ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവർക്കിടയിൽ മോടി പിടിപ്പിക്കാനും മേന്മ കാണിക്കാനും കിടമത്സരം നടത്താനും വേണ്ടിയാണ് എങ്കിൽ ഈ റമദാനും നമുക്ക് നഷ്ടമായി തീരും. കാരണം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്, ഒരുപാട് നമ്മൾ കേട്ടു. നബി എല്ലാ കാലങ്ങളിലും നമസ്കരിക്കാറുണ്ട്. നമ്മൾ റമദാൻ വരുമ്പോൾ ആ റമദാനിൽ നിർവഹിക്കുന്ന രാത്രിയിൽ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു. അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ അവിടുത്തെ ഭാര്യ കിടന്നുറങ്ങുമ്പോൾ പോലും രാത്രിയിൽ സുദീർഘമായി നമസ്കരിക്കുമ്പോൾ, പ്രവാചകരെ എന്തിനാ നിങ്ങൾ ഇത്ര പാടുപെട്ട് കഷ്ടപ്പെട്ട് നമസ്കരിക്കുന്നത്? നിങ്ങൾക്ക് വരാൻ പോകുന്നതും കഴിഞ്ഞുപോയതുമായ മുഴുവൻ കാര്യങ്ങളും നാഥൻ പുറത്തു തന്നിട്ടുണ്ട്. പാപങ്ങൾ സംഭവിക്കാത്ത പ്രവാചകരെ നിങ്ങൾ എന്തിനാ ഇത്ര പാടുപെട്ട് കാലിൽ നീര് വന്നുകൊണ്ട് നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അഫല അകൂന അബ്ദൻ ശുകൂറ, ഞാൻ നന്ദി കാണിക്കുന്ന ഒരു അടിമ ആവേണ്ടതില്ലയോ ആയിഷ എന്നൊരു മറുപടിയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിൽ നമ്മുടെ പ്രവാചകനിലേക്ക് കടന്നോടിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഈ റമദാനിലൂടെ സംഭവിക്കാൻ, ഒരിക്കൽ പോലും ചെയ്യുന്ന പ്രവർത്തനം വളരെ കുറവാണെങ്കിൽ പോലും റിയാ, ലോകമാന്യത സംഭവിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമായി മാറാതെ നന്മയുടെ വക്താക്കളായി തീരാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനെന്ത് വേണം? നമ്മൾ നമ്മുടെ നാഥൻ അറിയണം. ചെയ്യുന്ന ഏത് കാര്യവും നമ്മുടെ നാഥൻ അറിയുന്നുണ്ട്. അള്ളാഹു എല്ലാം കാണുന്നു, കേൾക്കുന്നു, വിലയിരുത്തുന്നു, വീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വേണം. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടാവും. നമ്മുടെ വീട്ടിൽ രോഗാധിതരായിക്കൊണ്ട് കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ പെൺകുട്ടികളുണ്ട്. വീട് നമുക്ക് നന്നാക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട്. അതുപോലെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായി നമ്മളിവിടെ വന്നു. വലിയ പ്രതീക്ഷകൾ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ ചിന്തകൾ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ വിങ്ങലറിയുന്ന നമ്മുടെ നാഥൻ ഏത് സമയത്ത് നമ്മൾ വീക്ഷിക്കുകയാ, എന്താ അവൻ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്തുണ്ടായിക്കൊണ്ട്, നന്മയുണ്ടായിക്കൊണ്ട്, സുഹൃതമായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവെ നമുക്കറിയാൻ കഴിയണം. ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചു പോയി. നമ്മൾ നമ്മുടെ നാഥനെ അറിഞ്ഞുവോ? നമ്മുടെ മുൻഗാമികൾ നമ്മുടെ നാഥനെ അറിഞ്ഞുവോ? അവരും നമ്മളും ജീവിച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ തുലനം ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഇരുത്തത്തിൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കസേരയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിന് സമാധാനമില്ലെങ്കിൽ, നമ്മുടെ വീടിൻ്റെ അവസ്ഥയും നാടിൻ്റെയും കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഇരുത്തത്തിന് സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ചിലപ്പോൾ അയാളുടെ വീടിൽ ഒരു പായ വിരിച്ചുകൊണ്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ എന്ന് പറയാൻ കഴിയുന്ന, എന്തിനും ഏതിനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനും വരമേൽപ്പിക്കാനും കഴിയുന്ന ഒരു മനസ്സാണ് ഉള്ളത് എങ്കിലോ എവിടെ കിടന്നാലും സ്വസ്ഥതയുണ്ടാവും, എവിടെ ഇരുന്നാലും സമാധാനമുണ്ടാവും. കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും അധികം ആളുകൾക്ക് വേണ്ടാത്തതും പുച്ഛിക്കുന്നതുമായ എത്തരത്തിൽ മോശമായ ഭക്ഷണമാണെങ്കിലും കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവും, സമാധാനമുണ്ടാവും. എന്നാലോ അതിന് നമുക്ക് അള്ളാഹുവെ അറിയാൻ സാധിക്കണമെന്നതാണ്. അള്ളാഹുവെ അറിഞ്ഞു കഴിഞ്ഞാലോ മനസ്സിന് സമാധാനമുണ്ടാവും. അള്ളാഹുവെ അറിയാത്ത മനസ്സുകൾ എത്ര വലിയ രമ്യകർമ്മങ്ങളിലും കൊട്ടാരങ്ങളിലും മണിമേടകളിലും സോപാനങ്ങളിലും എത്ര ശീതീകരിച്ച വാഹനങ്ങളിലും എത്ര വലിയ ഓഫീസുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയുമില്ലാത്ത, മനസ്സിന് സ്വസ്ഥതയില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ലോകത്ത് കഴിഞ്ഞുപോയ വലിയ ചിന്തകന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. വലിയ വലിയ ചിന്തകന്മാർ. ഇപ്പം 1972 അന്തരിച്ച പ്രസിദ്ധ സോവിയറ്റ് സാഹിത്യകാരൻ അലക്സാണ്ടർ ബെക്കിൻ്റെ സ്വകാര്യ സൂക്ഷിപ്പുകളിൽ സൂക്ഷിച്ച ചില രേഖകളിൽ അവിടെ പറയുന്ന സംഗതികൾ, ഇപ്പോൾ VI ലെനിൻ രോഗശയിൽ കിടക്കുമ്പോൾ, ആ VI ലെനിൻ രോഗശയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ സഖാവ് സ്റ്റാലിൻ അദ്ദേഹത്തിന് കത്തയക്കുകയാണ്. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നെടും തൂണായ ലെനിൻ ആ കത്തിൽ എഴുതുകയാണ്,
എൻ്റെ ശരീരം തളർന്നിരിക്കുന്നു, എൻ്റെ മനസ്സ് തളർന്നിരിക്കുന്നു, എനിക്ക് ആശ്വാസം നൽകിയാലും അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് സയനൈഡ് എത്തിച്ചു തരൂ എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവകാരിയുടെ ചരിത്രമാണ്. അവർ അള്ളാഹുവെ അറിഞ്ഞില്ല. ലോകത്തിന് വലിയ സമാധാനവും ലോകത്തിന് ആശ്വാസവും വിളംബരം ചെയ്യാൻ വേണ്ടി അവർ കടന്നു വന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ സമാധാനമുണ്ടായില്ല. അപ്പം കമ്മ്യൂണിസ്റ്റിൻ്റെ ആചാര്യനായിട്ടുള്ള കാരൽ മാർക്സ്, ആ കാരൽ മാർക്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, അദ്ദേഹത്തിന് സ്നേഹമുണ്ടായിരുന്ന എഡ്ഗാറിൻ എന്ന് പറയുന്നൊരു മകൻ, മുഷ് എന്ന് അദ്ദേഹത്തെ വിളിക്കും, അല്ലെങ്കിൽ അവനെ വിളിക്കും. അങ്ങനെയുള്ള ആ മകന് മാരകമായ ഒരു രോഗം വന്നു. ആ രോഗം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഫ്രെഡറിക് എംഗൽസിന് ഒരു കത്തെഴുതുകയാണ്. എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചാലും, മനസ്സിന് ആശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും അതേപ്രകാരം ആഹ്ലാദത്തിൻ്റെയും വാക്കുകൾ എനിക്ക് നൽകിയാലും ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കാരൽ മാർക്സ് പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിക്കൊണ്ട് ലോകം വിലയിരുത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അർബുദ രോഗം വന്ന സന്ദർഭത്തിൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുകയാ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ശരീരത്തിലേക്ക് മോർഫിൻ കുത്തിവെച്ചുകൊണ്ട് എന്നെ ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ചരിത്രം. ഇങ്ങനെയുള്ള വലിയ വലിയ ചിന്തകന്മാർ, തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രത്തിലൂടെ ലോകത്തിന് സമാധാനവും സൗഖ്യവും ശാന്തിയും പ്രദാനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന വിശ്വവിഖ്യാത ദാർശനികനായിരുന്ന നീത്ഷെ, ആ നീത്ഷെ മരിക്കുന്നത് മുഴുഭ്രാന്തനായിക്കൊണ്ടാണ്. അപ്പം അവരൊക്കെ ലോകത്തിന് വലിയ സമാധാനം വിളംബരം ചെയ്യാൻ വന്നു. ലോകത്തിന് മനസ്സമാധാനത്തിൻ്റെയും ലോകത്തിന് ശാന്തിയുടെയും വാക്കുകൾ നൽകാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ. ഇപ്പം ദൈവം മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ലോകത്തോട് വിളംബരം ചെയ്യുന്നത്. അങ്ങനെ ദൈവമേ ഇല്ല, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി, പക്ഷേ അദ്ദേഹം മരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ ചിത്തഭ്രമത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് മരിക്കുന്നത്. അതുപോലെ ശാസ്ത്രത്തിനെങ്ങാനും മനഃശാന്തി നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലും സർ ഐസക് ന്യൂട്ടനും ഐൻസ്റ്റീനും വിഷാദ രോഗികളായിക്കൊണ്ട് ഒരിക്കലും മരിക്കുമായിരുന്നില്ല. അപ്പം അതുകൊണ്ടൊന്നും ശാസ്ത്ര സാങ്കേതിക തത്വശാസ്ത്ര മേഖലകളിലോ അല്ലെങ്കിൽ ഭൗതികപരമായ ഏതെങ്കിലും മേഖലകളിലൂടെ മനസ്സിന് സമാധാനം ലഭിച്ചേക്കണമെന്നില്ല. നോക്കൂ നിങ്ങൾ, സാഹിത്യത്തിനെങ്ങാനും മനഃശാന്തി നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഏണസ്റ്റ് ഹൈമിംഗ്വേ സ്വന്തം വായിലേക്ക് വെടിവെച്ചുകൊണ്ട് മരിക്കില്ലായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഓരോ വലിയ ചിന്തകന്മാരുടെയും അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ മനസ്സിന് സമാധാനം ലഭ്യമാവാത്ത അവസ്ഥകൾ കടന്നുപോയിട്ടുണ്ട്. എന്നാലോ അള്ളാഹുവെ അറിഞ്ഞ, അള്ളാഹുവെ മനസ്സിലാക്കിയ, അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സുകളിലേക്ക് കടന്നു വന്ന വലിയ വലിയ മഹാന്മാരായ വ്യക്തിത്വങ്ങൾ. നോക്കൂ നിങ്ങൾ, പ്രശസ്ത പണ്ഡിതനും ചിന്തകനുമായ ഉർവത്ത് ബിൻ സുബൈറിൻ്റെ ചരിത്രം. ആ ഉർവത്ത് ബിൻ സുബൈറിൻ്റെ കാലിന് പഴുപ്പ് ബാധിക്കുകയാണ്. കാലിന് പഴുപ്പ് വന്ന് കാല് ആകെ ശോഷിച്ച് കാലിൻ്റെതായ പഴുപ്പിങ്ങനെ കൂടിക്കൂടി വരുന്ന സന്ദർഭത്തിൽ ആ കാല് മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം. ഡോക്ടർമാർ കാല് മുറിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ബോധം അല്പനേരത്തേക്ക് കളയാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാൻ, വേണ്ട, എൻ്റെ ബോധം കളഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ റബ്ബിനെ ഓർക്കാനും എൻ്റെ റബ്ബിനെ സ്തോത്രങ്ങളും സ്തുതികീർത്തനങ്ങളും ദിക്റുകളും എനിക്ക് പറയാൻ കഴിഞ്ഞേക്കണമെന്നില്ല. എൻ്റെ കാൽ പച്ചയായിക്കൊണ്ട് മുറിച്ചു മാറ്റുക. അങ്ങനെ പച്ചയായി മുറിച്ചു മാറ്റുമ്പോൾ എനിക്കെൻ്റെ റബ്ബിനെ ഓർക്കാമല്ലോ, എനിക്കെൻ്റെ നാഥനെ സ്മരിക്കാമല്ലോ എന്ന് പറയുന്ന ഉർവത്ത് ബിൻ സുബൈറിൻ്റെ ചരിത്രം. ആ ഉർവത്ത് ബിൻ സുബൈറിൻ്റെ കാല് മുറിച്ചു മാറ്റി അതേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മകൻ, 7 മക്കളിൽ ഒരു മകൻ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയും അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് കേൾക്കുമ്പോൾ അദ്ദേഹം പറയാ, അൽഹംദുലില്ലാ, 7 മക്കളെ തന്ന നാഥൻ 7 മക്കളിൽ ഒരാളെയാണല്ലോ തിരിച്ചു ചോദിച്ചത്, ഇനിയും 6 മക്കൾ എനിക്കുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ്. എനിക്കെൻ്റെ റബ്ബ് 2 കൈകളും 2 കാലുകളും നൽകിയിട്ട് 1 കാലല്ലേ എൻ്റെ റബ്ബ് എന്നോട് ചോദിച്ചുള്ളൂ, അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥ. അവിടെയാണ് ഇസ്ലാമിക ചരിത്രങ്ങളും ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ ജീവിച്ചിരുന്ന മഹാരഥന്മാരായ വ്യക്തികളുടെ മനസ്സിൻ്റെ സമാധാനം നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ഇസ്ലാമിലേക്ക് വരാനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കാനും എല്ലാ രീതിയിലും ഇസ്ലാമിൻ്റെ ഉന്നതികളിലേക്ക് എത്തിപ്പെടാനും കഴിഞ്ഞ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്ന സ്ഥാനം നമുക്കറിയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഗൽഭരായ ഒരുപാട് സ്വഹാബിവര്യന്മാരെല്ലാം നിൽക്കുമ്പോൾ പോലും ബിലാലിനെയാണ് വിളിക്കുന്നത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവരെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ബാങ്ക് വിളിക്കാൻ മക്കം ഫത്ഹിന്റെ അന്നാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് ബിലാൽ നിങ്ങൾ വരൂ, നിങ്ങൾ ബാങ്ക് വിളിക്കൂ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെതായ സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. എന്തേ? കറുത്ത ഒരു സഹാബി വര്യൻ, നീണ്ട ചുരുണ്ട മുടികളും നീണ്ട മൂക്കുമുള്ള വികൃത രൂപിയായിക്കൊണ്ട് ആളുകൾ ഗണിച്ചിരുന്ന ഒരു വ്യക്തി. പക്ഷേ സുന്ദരമായ ഇസ്ലാമിൻ്റെതായ മഹനീയമായ ദർശനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളുടെ ശബ്ദങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കേട്ടുവെന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അത്രത്തോളം മഹനീയമായ നിലകളിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിത്വം. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ പ്ലേഗ് രോഗബാധിതനായിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ കാണുമ്പോൾ ഒരു സ്ത്രീ ചോദിക്കുകയാം, ബിലാലെ, പ്രവാചകന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കാനും പ്രവാചകരുടെ കൂടെ ജീവിക്കാനും ഒരുപാട് സ്വഹാബിവര്യന്മാരുടെ കൂടെ ദീനീ സദസ്സുകളിൽ പങ്കെടുക്കാനും കഴിഞ്ഞ നിങ്ങൾക്ക് ഈ ദുര്യോഗമോ എന്ന് പറയുമ്പോൾ, നീ വീട്ടിലേക്ക് പോ സഹോദരി, എനിക്കെൻ്റെ വേദന പ്രശ്നമല്ല, എനിക്കെൻ്റെ പ്രയാസം, എനിക്കെൻ്റെ വേദനയോ എനിക്ക് പ്രശ്നമല്ല, ഞാൻ സ്വർഗം കണ്ടുകൊണ്ടാണ് മരിക്കുന്നത് എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അപ്പം നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ അള്ളാഹുവെ അറിഞ്ഞു, അവർക്ക് സമാധാനം കിട്ടി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എത്ര വലിയ ദുരിതങ്ങളാണെങ്കിലും ശരി, എത്ര വലിയ സങ്കീർണതകളാണെങ്കിലും ശരി, എല്ലാറ്റിനും സമാധാനം കിട്ടണമെങ്കിൽ, ശാന്തി ലഭ്യമാകണമെങ്കിൽ അള്ളാഹുവെ അറിയുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരുമ്പോൾ മാത്രമാണ്. ആ ഓർമ്മ കടന്നു വന്നാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഓരോരുത്തർ വന്നുകൊണ്ട് നബിയെ ഞങ്ങളെ ശുദ്ധീകരിച്ചാലും ഞങ്ങൾ വ്യഭിചരിച്ചു പോയവരാണ്, വ്യഭിചാരിണികൾ വന്നുകൊണ്ട് കുറ്റസമ്മതം നടത്തുകയാണ്, മോഷ്ടാക്കൾ വന്നുകൊണ്ട് നബിയെ ഞങ്ങളുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞാലും ഞങ്ങളെ ശുദ്ധീകരിച്ചാലും സംസ്കരിച്ചാലും എന്ന് പറയുന്ന അവസ്ഥകൾ നമ്മൾ കേട്ടതാണ്. വ്യഭിചാരിണികൾ ഓരോരുത്തർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഇഹലോകത്തിലെ ഈ ശിക്ഷ നടപ്പാക്കി തരണേ നബിയെ, പരലോകത്ത് ഞങ്ങളെ കുറ്റവിമുക്തരാക്കാൻ ഇഹലോകത്ത് തന്നെ ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കണമേ എന്ന് പറയാൻ. എന്ത്? ആരാരും കാണാത്ത നിമിഷങ്ങളിൽ ചെയ്ത തിന്മകളെക്കുറിച്ചുള്ള ഭയം തൻ്റെ നാഥൻ കാണുമെന്ന ഉറച്ച വിശ്വാസം അവരുടെ മനസ്സുകളിലേക്ക് വന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്ത ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയാണത്. മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെതായ ഓരോ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും അവരുടെ മനസ്സുകളിലേക്ക് നൽകിയപ്പോൾ മനസ്സുകളിൽ മാറ്റങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് വ്യഭിചരിക്കാൻ ആഗ്രഹവുമായി വന്ന ഒരു സഹോദരൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാം, നിനക്ക് ഉമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉമ്മയുണ്ട്. ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ? ഇല്ല, എനിക്ക് ഇഷ്ടമാകില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് സഹോദരിയുണ്ടോ? അതെ, സഹോദരിയുണ്ട്. സഹോദരി ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അല്ല. നിനക്ക് പെങ്ങളുണ്ടോ? അത് നിനക്ക് ഭാര്യയുണ്ടോ? മകളുണ്ടോ? ഓരോന്നായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും അവരെയൊന്നും മറ്റുള്ളവർ തൊടുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ നീ പിടിക്കാൻ അല്ലെങ്കിൽ നീ ഈ രീതിയിൽ മോശമായ പ്രവർത്തനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അത് മറ്റുള്ളവൻ്റെ പെങ്ങളാവാം, ഉമ്മയാകാം, അതുപോലെ തന്നെ ഭാര്യയാകാം, മകളാവാം എന്ന് പറഞ്ഞുകൊണ്ട് മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ നൽകിക്കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും സംസ്കരിച്ച ചരിത്രം നമുക്കറിയാം. അതുമാത്രമല്ല, മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൽ കൂഫി ഇസ്ലാമിലെ വലിയ മുജദ്ദിദാണ്. ആ മഹാനായ പണ്ഡിതൻ്റെ കാലഘട്ടത്തിൽ ആ നാട്ടിലെ എല്ലാവർക്കും ശല്യമുള്ള ഒരു വ്യക്തി. എന്തേ? അദ്ദേഹം മദ്യപിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യനാണ്. മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യപിച്ച് അങ്ങാടികളിലൂടെ വരികയും അതുപോലെ തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കലഹമുണ്ടാക്കുകയും ഭാര്യയെയും ഉമ്മയെയും മകളെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ശകാരിക്കുന്ന ഒരവസ്ഥയുള്ള ഒരു സഹോദരൻ്റെ ചരിത്രം.